ഹായ് ഫ്രണ്ട്സ്, മാത്തേരാനിലെ ആദ്യ ദിനം റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. കണിയാണിത്. സിംഹവാലക്കുരങ്ങ്. ആദ്യം ഒരെണ്ണേ ഉള്ളൂ എന്നാണ് കരുതിയത്. അപ്പോൾ കയ്യിലുള്ള ബേക്കറി എടുത്ത് എറിഞ്ഞു കൊടുത്തു. പിന്നെയാണ് ഒന്നല്ല ഒരുപാടെണ്ണം ഉണ്ടെന്ന് മനസ്സിലായത്. മരത്തിൽ ഫുള്ളി തന്നെയാണ്. അപ്പൊ പിന്നെ അധിക സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി പാളും എന്ന് തോന്നിയപ്പോൾ മെല്ലെ സ്കൂട്ടായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് മാത്തേരാനിലെ പ്രശസ്തമായ വ്യൂ പോയിന്റിൽ ഒന്നായ പനോരമ പോയിന്റിലേക്കാണ്. ഇന്നലെ നമ്മൾ മാത്തേരാനിൽ എങ്ങനെ വരാം എന്നതിനെ കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തത്. പാർട്ട് 1 കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ നമ്മൾ രാവിലെ 5:30 മണിക്കാണ് ഈ യാത്ര. പോകുന്ന വഴിയിൽ നല്ലോണം കോട നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ ഇതാണ് പനോരമ പോയിന്റിലേക്കുള്ള വഴി. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ഓളം ദൂരമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോകാം. കാരണം വാഹനങ്ങളില്ലാത്ത ഒരു ഹിൽ സ്റ്റേഷൻ ആണല്ലോ മാത്തേരാൻ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1-ൽ. ഇപ്പോൾ പോകുന്ന വഴിയിൽ മരമൊക്കെ വീണ് കിടപ്പുണ്ട്. മഴയത്ത് വീണതാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു വഴിയാണ്. നമുക്ക് രാവിലെ തന്നെ നടത്തം നല്ല രസമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ്, അതേപോലെ നല്ല അന്തരീക്ഷം, ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാം. വഴിയിൽ ഉടനീളം ചെറിയ ചെറിയ വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഓരോ വളവും പിന്നിടുമ്പോഴും പുതിയൊരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടത്തം ഒരിക്കലും ബോറടിക്കില്ല. ആ നടത്തത്തിൽ നമുക്ക് മനോഹരമായ ഒരു മഴ കിട്ടിയട്ടോ. പിന്നെ വേറെ വൈബാണ് അവിടെ. നിങ്ങൾ അങ്ങ് ദൂരെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടാവും. അതൊരു ക്ഷേത്രമാണ് കേട്ടോ. ഗണപതി ക്ഷേത്രമാണ്. മലയുടെ ചരിവിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ചുറ്റുമുള്ള ഒരു കാഴ്ച നോക്കിയേ, എന്ത് മനോഹര അല്ലെ. അവിടെ നമുക്ക് പോകാം, പക്ഷെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. ഒരു ദിവസം ഒരു 3/4 ദിവസമെങ്കിലും പോയി വരാൻ സമയമെടുക്കും. ട്രക്കിംഗ് ആണ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടൊക്കെ എടുത്തു വേണം ഇവിടെ വരണമെങ്കിൽ. റെയിൻകോട്ട് മസ്റ്റ് ആണ്. അപ്പോൾ കോട വന്നിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര രസമാട്ടോ കാണാൻ. കാണിച്ചു തരാം. അങ്ങനെ ഒടുവിൽ പനോരമ പോയിന്റിന് അടുത്തെത്തിയിരിക്കുകയാണ്. തണുത്ത കാറ്റിന്റെ ശക്തിയും കോടയും കൂടിക്കൊണ്ടിരിക്കുന്നു. മുന്നിലുള്ള കാഴ്ച എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ്. വാവ്! ഇതാണ് മാത്തേരനിലെ പ്രശസ്തമായ പനോരമ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന സഹ്യാദ്രി മലനിരകളും പച്ചപ്പും നിറഞ്ഞ താഴ്വരകളും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. ഒറ്റ വാക്കിൽ അതിമനോഹരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരിന് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാകും. ചുറ്റും നോക്കിയാൽ എല്ലാ ദിശയിലും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ മാത്രം. അതുകൊണ്ടാണ് ഇതിനെ പനോരമ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800 മീറ്റർ ഉയരത്തിലാണ് ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് മേഘങ്ങൾ മലകളെ തൊട്ടുപോകുന്ന കാഴ്ചയും തെളിഞ്ഞ ദിവസങ്ങളിൽ കിലോമീറ്ററുകൾ അകലെ വരെയും കാണാൻ കഴിയുന്ന വിശാലമായ ഭൂപ്രദേശവും ഈ പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്തേരാനിൽ തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പനോരമ പോയിന്റ്. ഈ കാഴ്ചകൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നേരിൽ അനുഭവിക്കുമ്പോൾ. ശരിക്കും സൺറൈസ് കാണാൻ പറ്റിയ മനോഹരമായ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്.
പക്ഷേ നിർഭാഗ്യവശാൽ കോടയുള്ളതിനാൽ നമുക്ക് സൺറൈസ് കാണാൻ സാധിച്ചില്ല. പക്ഷേ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടുന്ന് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യൂ പോയിന്റ് ആണ് പനോരമ പോയിന്റ്. കുറച്ച് നടക്കാനുണ്ടെങ്കിലും കാഴ്ച അതിമനോഹരമാണ്. അങ്ങനെ താഴെ എത്തി. ഇവിടുന്ന് റൂമിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു. കാരണം നടന്ന് ഉപ്പാട് തീർന്നു, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓട്ടോയിൽ റൂമിലേക്കാണ് ഈ പോകുന്നത്. അങ്ങനെ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പുമാവ്, ബ്രെഡ്, സാൻഡ്വിച്ച്, പിന്നെ നോർത്ത് ഇന്ത്യൻ ഒരു കറി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയുന്നവർ കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചാർലോട്ട് ലേക്ക്, എക്കോ പോയിന്റ്, അലക്സാണ്ടർ പോയിന്റ്, റിവേഴ്സ് വാട്ടർഫാൾ, ഹണിമോൺ പോയിന്റ്, ടോയ് ട്രെയിൻ, ലൂസിയ പോയിന്റ് എന്നീയിടങ്ങളിൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ ഇനിയും ബാക്കിയാണ്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.